നമസ്കാരം. ഏവർക്കും ഫിനിക്സ് ഗ്രൂപ്പ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വിഷ്ണുവിന്റെ വാഹനങ്ങളുടെ ആന്തരിക അർത്ഥം എന്താണ് എന്നതിനെക്കുറിച്ചാണ്. വിഷ്ണുവിന്റെ വാഹനങ്ങളുടെ ആന്തരിക അർത്ഥമെന്ത്? വിഷ്ണു സൂര്യനാണെങ്കിൽ സൂര്യന്റെ വാഹനം രശ്മിയാകാനതരമുള്ളൂ. ഗരുഡൻ വാസ്തവത്തിൽ എന്താണ്? ഒരു പക്ഷിയാണ് ഗരുഡൻ. ഒരു പക്ഷിയെ വാഹനമാക്കാനാകില്ല, പക്ഷേ പക്ഷി പറക്കുന്നത് ആകാശത്തിലാണ്. ഗരുഡന്റെ മറ്റൊരു പേർ സുപർണൻ എന്നാണെന്ന് നിഘണ്ടുവിൽ കാണാം. സൂര്യരശ്മിക്ക് 15 പേരുകൾ ആണുള്ളത്. അതിലൊന്ന് സുപർണ എന്നാണ്. വേദങ്ങളുടെ കോശമാണ് നിഘണ്ടു. വേദങ്ങളിൽ സുപർണ എന്നാൽ സൂര്യരശ്മിയാണ്. ജഗ്വേദ മന്ത്രത്തിൽ തന്നെ സുപർണൻ സൂര്യരശ്മി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ മന്ത്രത്തിന് യാസ്കാചാര്യൻ അർത്ഥവും എഴുതിയിട്ടുണ്ട് നിരുത്തത്തിൽ. അതിവേഗത്തിലുള്ള സുപർണ കിരണങ്ങൾ സൂര്യന്റെ അരികിൽ നിന്ന് എത്തുന്നു. ജഗ്വേദത്തിലെ ഒരു മന്ത്രത്തിന് അർത്ഥം എഴുതുമ്പോൾ സുപർണ എന്നതിന് സൂപതന ആദിത്യ രശ്മയെ എന്നെഴുതിയിട്ടുണ്ട്. അതായത് സൂര്യകിരണങ്ങളുടെ പേരാണ് സുപർണൻ എന്നർത്ഥം. ഈ സുപർണൻ ആണ് ഗരുഡൻ ആയതും. ഇക്കാര്യം അമരകോശത്തിൽ നോക്കിയാൽ മനസ്സിലാകും. അവിടെ ഗരുത്മാൻ, ഗരുഡൻ, സുപർണൻ, പന്നകാശൻ തുടങ്ങിയ പേരുകളൊക്കെ ഗരുഡ പക്ഷിയുടേതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലെ ഗരുത്മാൻ എന്ന ശബ്ദവും സൂര്യകിരണങ്ങൾക്ക് വേണ്ടി വേദത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. സൂര്യന്റെ വാഹനം കിരണങ്ങളാണ്. കാരണം കിരണങ്ങളിലൂടെയാണ് സൂര്യൻ സർവത്ര വ്യാപിച്ചിരിക്കുന്നത്. സൂര്യൻ വിഷ്ണുവായപ്പോഴും അതേ വാഹനം നിലനിർത്തി. ഗരുഡൻ സർപ്പഭക്ഷകനാണ്. ഗരുഡൻ വിഷ്ണുവാഹനായതിനു പിന്നിൽ കൃത്യമായ കാരണങ്ങളുണ്ടെന്ന് ഈ സർപ്പഭക്ഷണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ഗരുഡൻ സർപ്പത്തെ ഭക്ഷിക്കുന്നു. സർപ്പത്തിന്റെ ഒരു പേര് അഹി എന്നാണ്. സംസ്കൃതത്തിൽ ഈ പേര് ഏറെ സുപ്രസിദ്ധമാണ്. വൈദിക ഭാഷയിൽ അഹി എന്നാൽ മേഘമെന്നാണ് അർത്ഥം. നിഘണ്ടുവിൽ 10 പേരുകളാണ് മേഘത്തിനുള്ളത്. അതിലൊന്ന് അഹിയാണ്. ചുരുക്കത്തിൽ സൂര്യന്റെ സുപർണ കിരണങ്ങൾ അഹി അഥവാ മേഘത്തെ ഭക്ഷിക്കുന്നു. വിഷ്ണു ഭഗവാന്റെ സുപർണൻ ഗരുഡൻ അഹി അഥവാ സർപ്പത്തെ ഭക്ഷിക്കുന്നു. മറ്റേ രൂപം കറുത്ത അഥവാ ദ്വൈതലക്ഷണ രൂപത്തോടുകൂടി ദിശകളെ അഥവാ ഇന്ദ്രിയങ്ങളെ ധാരണം ചെയ്യുന്നു. അതായത് സൂര്യന് 2 രൂപങ്ങൾ ഉണ്ട്. ഒന്ന് ഇന്ദ്രിയങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കൃഷ്ണവർണവും ശുദ്ധ ചൈതന്യവും അദ്വൈത ലക്ഷണവുമായ ശുക്ലവർണവും. മഹീധരൻ പോലും സൂര്യന് 2 രൂപങ്ങൾ ഉണ്ടെന്ന് അഭിപ്രായക്കാരനാണ്. പൗരാണിക ലോകത്തിന്റെ വ്യാഖ്യാതാവാണ് മഹീധരൻ. ഇവർക്ക് സൂര്യൻ അദ്വൈതവും നിർഗുണവുമായ ബ്രഹ്മ സമാനാണ്. ഈ മന്ത്രത്തിന്റെ യഥാർത്ഥ അർത്ഥം ദ്യൂലോകത്തിന്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യൻ സമ്പൂർണ്ണ ജനത്തിന് രൂപം നൽകുന്നു. സൂര്യൻ സ്വയം 2 രൂപങ്ങൾ ഉണ്ട്. ഒന്ന് പ്രകാശപൂർണമായ ധവള രൂപവും രണ്ടാമത്തേത് ആകർഷണയുക്തമായ കൃഷ്ണവർണവും. സൂര്യൻ പ്രകാശമുണ്ട്, അത് ശ്വേതവർണം. സൂര്യന് കറുപ്പ് നിറമുണ്ട്, അത് ആകർഷണശക്തി. ഘനശ്യാമമോഹന കൃഷ്ണയെക്കുറിച്ച് വർണ്ണിക്കാത്ത കവികൾ ചുരുങ്ങും. ഒരുപക്ഷേ ഭാരതത്തിലെ ചിരന്തരരായ നിരവധി മഹാരഥന്മാർക്ക് ശ്യാമവർണം കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ കവികൾ. രാമനും കൃഷ്ണനും വ്യാസനും പരശുരാമനും വാമനനും ഒക്കെ എങ്ങനെയാണ് ഒരുപോലെ ശ്യാമവർണക്കാരാകുന്നത്? അവർ വെളുത്തവരായാൽ എന്ത്, കറുത്തവരായാൽ എന്ത്? നിറത്തിൽ എന്തിരിക്കുന്നു? ഇവർ ദ്രാവിഡൻ ആയതുകൊണ്ട് നിറം ശ്യാമവർണമായത്. വാസ്തവത്തിൽ ഇതൊന്നും വർഗചിന്തയുമായി അശേഷം ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. ഇവരെല്ലാം വിഷ്ണുത ഉള്ളവരാണ്. അതിനാൽ തന്നെ ഇവരിലെല്ലാം കൃഷ്ണവർണം സ്വാഭാവികമായും ഉണ്ടാകും. അവതാരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അക്കാര്യം വ്യക്തമായി പ്രതിപാദിക്കാം. ശ്യാമവർണം സൗന്ദര്യത്തിന്റെ പ്രതിരൂപമായും വാഴ്ത്തപ്പെട്ടിട്ടുണ്ട്. കാവ്യങ്ങളിൽ പരമസുന്ദരിയെ ശ്യാമ എന്ന് വിളിക്കുന്നത് നമുക്ക് കാണാം. ചെയ്ത വെളുത്ത നിറക്കാരിയായിരുന്നെങ്കിലും വാൽമീകി ശ്യാമ എന്നാണ് വിളിച്ചിരുന്നത്. ഇതേപോലെ ദ്രൗപദിയെയും ശ്യാമ എന്ന് വിളിച്ചിരുന്നു. അടുത്ത ഭാഗത്തിൽ നമ്മൾ പറയാൻ പോകുന്നത് ഗരുഡൻ അമൃതം മോഷ്ടിച്ചതിന്റെ രഹസ്യമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ വേണ്ടി നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുക. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്യുക.